2017 നല്ല സിമൻറ്റ് തറയിൽ ഉറപ്പിച്ച കൊടിമരം ചെതലായി എന്ന് പറഞ്ഞിട്ട് അത് മാറ്റുന്നതിന് വേണ്ടി രാജീവ് 10.5 കിലോ സ്വർണം ഉൾപ്പെടെയുള്ള ഭാഗം പൂർണ്ണമായിട്ട് നിയമവിരുദ്ധമായി തന്ത്രിക്ക് നൽകി എന്ന കാര്യവും തന്ത്രിയുടെ വീട്ടിൽ നിന്നത് പിടിച്ചെടുക്കുന്ന സ്ഥിതിയും വന്നപ്പോൾ പ്രയാർ ഗോപാലകൃഷ്ണൻ്റെയും അന്നുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് അംഗങ്ങളുടെയും അന്നത്തെ ഗവൺമെൻറ്റിൻ്റെയും പ്രശ്നം പകൽ വെളിച്ചം പോലെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. ഹൈക്കോടതി SITയോട് രണ്ടും അന്വേഷിക്കാൻ പറഞ്ഞു. 10 കൊല്ലത്തേതല്ല 20 കൊല്ലത്തേതും അന്വേഷിക്കാൻ പറഞ്ഞു. ഈ അന്വേഷണം നടത്തുമ്പോഴാണ് ഇപ്പോൾ VD സതീശൻ പറയുന്നത് SIT തെറ്റായ രീതിയിലാണ് സഞ്ചരിക്കുന്നത്. SITയുടെ വ്യാപ്തി, അന്വേഷണ വ്യാപ്തി കൂടി. ആദ്യം പറഞ്ഞതിന് അപ്പുറത്ത് കടന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും 3 മാസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കി ചാർജ് ഷീറ്റ് കൊടുക്കാൻ സാധിക്കാത്ത സാഹചര്യം വന്നു. അങ്ങനെ വന്നാൽ നിയമപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നത് എല്ലാവർക്കും അറിയാലോ. അങ്ങനെയാണ് ജാമ്യം കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. ഇനിയും അന്വേഷണം പൂർത്തിയാക്കാൻ ആയിട്ടില്ല. അത് പൂർണ്ണമായിട്ടും ഹൈക്കോടതിയുടെ പിന്തുണയോടുകൂടിയാണ്. ഹൈക്കോടതി പറഞ്ഞുകൊണ്ട് തന്നെയാണ്. സമയം നീട്ടിക്കൊടുക്കുന്നതും അവരാണ്, ഹൈക്കോടതിയാണ്. എന്നിട്ട് SITയെ ശക്തിയായ രീതിയിൽ കുറ്റപ്പെടുത്തി രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത് കോൺഗ്രസിൻ്റെ ഒരു ഭാഗം. BJP എന്താ, തന്ത്രിയെ പിടിച്ചതോടുകൂടി, തന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവായിട്ടാണല്ലോ ഇവരെല്ലാം നടക്കുന്നത്. ഈ കേസിലെ ഏറ്റവും പ്രമുഖമായ സ്ഥാനത്താണ് അദ്ദേഹം ഉള്ളത് എന്ന് വന്നതോടുകൂടി BJPക്കും പിന്നെ അധികം മുണ്ടാട്ടില്ല. അപ്പോൾ എല്ലാ അന്വേഷണം നടക്കട്ടെ, ആവശ്യമായ രീതിയിലുള്ള പിന്തുണ SITക്ക് നൽകിക്കൊണ്ട് തന്നെ ഈ അന്വേഷണം പൂർത്തിയാക്കാനാവുമെന്ന് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പാർട്ടിയും പ്രതീക്ഷിക്കുന്നത്.